രാഹുലിനുള്ള മറുപടിയാണ് ഞാൻ തരാൻ പോകുന്നത്. രാഹുൽ ഇവിടെ വെറുതെ കഷ്ടപ്പെടുകയാണ്. മതശാസ്ത്രം എന്നൊക്കെ പിന്നെ രാഹുൽ ഈശ്വർ കേരളത്തിൽ മുസ്ലിം പക്ഷത്തിന് വേണ്ടി ഒരുപാട് ഡിബേറ്റ് നടത്തിയ ആളല്ലേ. അങ്ങനെയാണ് ഈ കാര്യം കൂടി ഒന്ന് അന്വേഷിക്കണം. ഇത് വിശ്വാസം ഹനിക്കുന്ന ഏതൊരു പ്രവൃത്തിയും അതിൽ നിന്ന് നിലവിളക്ക് എന്നുള്ളത് ഡയറക്റ്റ് നമ്മൾ എടുക്കുന്നതല്ല. ബഹുദൈവ ആരാധനയുടെ അംശം വരുന്നുണ്ട്. കാരണം ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, ഇസ്ലാം എന്താണെന്ന് പച്ചയ്ക്ക് മനസ്സിലാക്കി അതിൽ നിന്ന് ജീവിച്ചു വന്ന വ്യക്തി ആണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്താണ് ഇസ്ലാം എന്തും ഇസ്ലാം എന്താണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന കുഴപ്പമൊന്നും കൃത്യമായിട്ട് ഞാൻ പറയുമ്പോൾ അത് മനസ്സിലാക്കാതെ ജിഹാദ് എന്നൊക്കെ പറയുന്നത് നന്മയാണെന്നും പറഞ്ഞ് ബാധിച്ചാണെന്ന് രാഹുലിന് ഇപ്പോഴെങ്കിലും കാര്യം മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ രാഹുൽ ഇത് ഏറ്റെടുക്കുക. ഈ പറയുന്ന അമീറിനെ കൊണ്ടും അല്ലെങ്കിൽ ഹമീദിനെ കൊണ്ടും അല്ലെങ്കിൽ ഇതേപോലെയുള്ള മറ്റു മതജീവികളെ കൊണ്ട് രാഹുൽ ഈശ്വർ തിരുത്തി പറയിപ്പിക്കുക. അതിന് പറ്റുമെങ്കിൽ രാഹുൽ ഇതൊരു വെല്ലുവിളിയായിട്ട് എടുക്കുക. എന്നെ കൊണ്ട് വെറുതെ ഡിക്ഷണറി തുറപ്പിക്കല്ലേ. ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. അവർക്ക് ഒരു മുസ്ലിമിനെ ഇസ്ലാമിന് അടിസ്ഥാനത്തിൽ ഒരു മുസ്ലിമിനെ കൊണ്ട് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് കൂറ് കാണിക്കുന്ന ഏതെങ്കിലും ഒരു സാധനം, ഇപ്പൊ ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്നതായാലും വന്ദേ മാതരം എന്ന് പറയുന്നതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്ത് തന്നെ ആയാലും ഇതൊന്നും പാടുന്നത് എന്നാ പിന്നെ അവർ പാടട്ടെന്നേ, എന്നാ പിന്നെ അത് പാടട്ടെന്നേ, അതല്ലേ വേണ്ടത്. ഇവിടെ വലിയ അബ്ദുൽ കലാം കേൾക്ക് അതൊക്കെ ശരിയാണ്. അത് പറഞ്ഞ ആളെ കാഫിറാക്കും. അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ല, പോത്തിന്റെ ചവിട്ടിൽ വേദം വന്നിട്ട് കാര്യമില്ലല്ലോ. എന്നാലും അതല്ലെങ്കിൽ അബ്ദുൽ കലാമിന് എന്താ അവർ ചെയ്യുന്നത്? തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? മയ്യത്ത് പോലും നിസ്കരിച്ചിട്ടില്ല ഇതുപോലുള്ള ആളുകൾ. അപ്പൊ നിങ്ങൾ വലിയ സംഭവമായിട്ടൊക്കെ പറയും രാഹുൽ ഈശ്വർ. പക്ഷേ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ആ അകക്കാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾ എന്താണ് റിഫ്ലക്ട് ചെയ്യുന്നത് തന്നെയാണ്. അതൊരു മുസ്ലിമിനെ ജീവിക്കാൻ അനുവദിക്കില്ല. അത് ഇതേപോലെ ചുറ്റും ഇങ്ങനെ ഹെലികോപ്റ്റർ പാരന്റിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഹെലികോപ്റ്റർ ദാവാ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. അവൻ ഏതു നേരവും ഇങ്ങനെ താലിബാനിസിലേക്ക് കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കും. അവൻ താടി മീശ വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മീശ പഠിച്ചു കളയാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് ഇവിടെ നടക്കുക. പഠിച്ചിട്ട് വരണം, ക്ലീൻ ഷേവ്, മനസ്സിലായോ? അതാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രതീകമാണ് ഇവിടെ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പൊ ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക. അതേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഈ തരത്തിലുള്ള താലിബാനിസം, ഈ തീവ്രവാദം, ഈ ജിഹാദിസം അത് മതേതര വിരുദ്ധമായിട്ടും അതല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടും ഇവിടെ ഇറക്കാൻ വേണ്ടി നോക്കുന്ന ആളുകളെ എങ്ങനെയെങ്കിലും ഇതേപോലെ ഒന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി നോക്കുന്ന നമ്മളുടെ പിന്നാലെ കൂടാതെ അവരെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് രാഹുൽ ഈശ്വർ കൂടെ കൂടുന്നതെന്നാണ് ഞാൻ പറയും. ഒരു മിനിറ്റ് അതിന് പകരം ഇവിടെ അതിന് പകരം അവിടെ ഇന്തോനേഷ്യയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ സൗദി അറേബ്യയിലേക്ക് ചൂണ്ടിക്കാണിച്ചത് കൊണ്ടോ ഞാൻ പറയട്ടെ, കംപ്ലീറ്റ് ചെയ്യട്ടെ. നിങ്ങൾക്ക് അതിന് ചെയ്യുന്നതിന് പകരം സൗദി അറേബ്യയോ അതല്ലെങ്കിൽ ഈ പറയുന്ന ഇന്തോനേഷ്യയോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവരെ തിരുത്താൻ കഴിയില്ല. അവർ റൈറ്റ് അവേ അതിനെ റദ്ദാക്കും. കാരണം അവർ ഇവിടെ തന്നെ പറഞ്ഞു, ഇതാണോ ഞങ്ങളുടെ ഇസ്ലാം എന്നാ ചോദിക്കും. ഇവരുടെ ഇസ്ലാം ഏതാണ്? ആ ഇസ്ലാം ഈ താലിബാൻ ഫോളോ ചെയ്യുന്ന ഇസ്ലാം. അല്ല, ബോംബറ്റുണ്ടാക്കുന്ന ടീമായിരിക്കണത് മറ്റേ ICICI ഇല്ലേ? അതന്നെ. ഞാൻ പൂർണ്ണമായും ഫാത്തിമ തെഹലിയോടൊപ്പമാണ്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആരെയും അപരവൽക്കരിക്കുകയും അരികവൽക്കരിക്കുകയും ചെയ്യരുത്. നമ്മുടെ ഏറ്റവും അഭിമാനത്തോടെ പറയുന്ന അനിൽ വിളയിൽജിയും ഞാനും ഏറ്റവും സന്തോഷത്തോടെ വിളിക്കുന്ന ഭാരത് മാതാ കി ജയ് അസീമുള്ള ഖാൻ എന്നൊരു മുസ്ലിമിന്റെ കോൺട്രിബ്യൂഷനാണ്. നമ്മുടെ പ്രധാനമന്ത്രി ഉപയോഗിക്കുന്ന ജയ് ഹിന്ദ് ആബിദ് ഹസൻ സഫ്രാനി എന്ന നേതാജിയുടെ സുഹൃത്തായ ഒരു മുസ്ലിമിന്റെ കോൺട്രിബ്യൂഷനാണ്. നമ്മുടെ നാട്ടിൽ ദേശീയ സാംസ്കാരിക മുസ്ലിങ്ങളുടെ ധാര വളരെ വൈബ്രന്റ് ആണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും കോൺട്രിബ്യൂട്ട് ചെയ്ത കമ്മ്യൂണിറ്റീസിൽ ഒന്നാണ്. അപരവൽക്കരിക്കാതെ അരികവൽക്കരിക്കാതെ നമുക്ക് സ്വയം അപരവൽക്കരിക്കുന്നത് നമ്മൾ എന്ത് പഠിച്ചു? ഇവരല്ലേ അതിന് വിട്ടു നിൽക്കുന്നത്. അമീർ, പക്ഷേ ഞാനിവിടെ അല്ലേ, മുഹമ്മദ് അമീർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹം ഫാത്തിമ തഹ്ലിയ അവിടെ നിലവിളക്ക് കൊളുത്തിയതിന് എതിരല്ല, കാരണം അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അമീറിനെ തെറ്റിദ്ധരിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ അമീർ അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ്. അത് എല്ലാവർക്കും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള ഒരു അവകാശം കോൺസ്റ്റിറ്റ്യൂഷനിലായിട്ട് കിട്ടണം. രാഹുൽ ഈശ്വർ വീണ്ടും എടുത്തു പറയുന്നത് അപരവൽക്കരിക്കാൻ പാടില്ല, പിന്നെ മറ്റേ ആരെയും അരികവൽക്കരിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. എങ്ങനെയാണ് ഏതെങ്കിലും ഒരു മതവിശ്വാസി ഇന്ത്യയിൽ ആ മതവിശ്വാസം പൊതുവേദികളിൽ പാലിക്കുന്നത് കൊണ്ട് അത് രണ്ട് മതങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ഒരു വിടവുണ്ടാക്കുക? അതെനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവണില്ല. ഒരു മുസ്ലിം അവന്റെ മതം പൊതു ഇടങ്ങളിൽ ആചരിച്ചത് കൊണ്ട് എങ്ങനെയാണ് വ്യത്യസ്ത മതങ്ങൾക്കിടയിൽ വിടവുണ്ടാവുക? അത് ആ മുസ്ലിമിനോടുള്ള എന്തോ ഒരു പ്രിജുഡൈസ്ഡ് മൈൻഡ് അല്ലേ? ഒരു മുസ്ലിം ഒരു പൊതുവേദിയിൽ എത്തിയാൽ അവൻ വിളക്ക് കൊളുത്തിയിരിക്കണം എന്നൊരു നിർബന്ധ ബുദ്ധി കാണുന്നവർക്ക് എന്തിനാണ്? അങ്ങനെ പൊതുവേദി മതേതര വേദിയാണ്. പൊതുവേദി മതവേദിയല്ല. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും വിളക്ക് കത്തിക്കരുതെന്ന് അങ്ങനെ ഒരു അനുശാസനമോ ഫത്വയോ? വിളക്ക് കത്തിക്കരുത് എന്നല്ല, അത് അങ്ങനെയല്ല അതിന് എടുക്കേണ്ടത്. മതശാസ്ത്രം എന്നൊക്കെ രാഹുൽ ഈശ്വർ കേരളത്തിൽ മുസ്ലിം പക്ഷത്തിന് വേണ്ടി ഒരുപാട് ഡിബേറ്റ് നടത്തിയ ആളല്ലേ. അങ്ങനെയാണ് ഈ കാര്യം കൂടി ഒന്ന് അന്വേഷിക്കണം. ഇത് നിലവിളക്ക് എന്നുള്ളത് ഡയറക്റ്റ് നമ്മൾ എടുക്കുന്നതല്ല. സന്തോഷായി.
നല്ല സന്തോഷമായി. വിശ്വാസം ഹനിക്കുന്ന ഏതൊരു പ്രവൃത്തിയും അതിൽ നിന്ന് വിട്ടു നിൽക്കണം, അതിൽ നിന്ന് വിട്ടുന്നേ പറ്റുള്ളൂ. കാരണം അതില് ബഹുദൈവ ആരാധനയുടെ അംശം വരുന്നുണ്ട്. നിലവിളക്കിലുള്ള അഗ്നി എന്നുള്ള ഒരു സൃഷ്ടിയാണ്. അമീർജി ഒരു സെക്കൻഡ്, അമീർജി അല്ലല്ല, ഒറ്റ കാര്യം മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, അയ്യപ്പന്റെ സുഹൃത്തായ വാവർക്ക് വിഗ്രഹാരാധന പാടില്ല. കോമൺ കാര്യങ്ങളിലേക്ക് അത് ശിർക്കാണ്, അത് ബിദ്അത്താണ്, അത് ശിർക്കാണ് രാഹുൽ. പൊട്ടന്ന് ലോക പൊട്ട അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? പ്രശ്നമില്ലാത്തവർക്ക് പ്രശ്നമില്ല, അതൊക്കെ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. അത് ചോദിക്കേ, അത് അമീർ എടുക്കില്ല, അത് തള്ളിയ ആളാണ് അമീർ. ചെയ്യാതിരിക്കുന്നവർക്ക് അതിനുള്ള അവകാശം കൂടി വകവെച്ച് കൊടുക്കണം. അതും കൂടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് തെറ്റിദ്ധരിപ്പിക്കലുണ്ട് കേട്ടോ. അല്ല, അത് ഇത്രയേ ഉള്ളൂ. അത് അല്ല, ലളിതമായിട്ട് പറഞ്ഞാൽ ഈ മതവിശ്വാസം പാലിക്കുന്നവരെ വിമർശിക്കരുത് എന്നുള്ളതാണ്. അതാണ് ആരിഫ് പറഞ്ഞത്, ആമിർ പറഞ്ഞത്. വിമർശിക്കാം, പക്ഷേ അറ്റാക്ക് ആക്രമിക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾ മൂന്നാളും കൂടി ഇപ്പൊ എന്തിനു വന്നാ? ഇത് സംഘികൾക്ക് ബാധകമാണ്. സംഘികൾക്ക് ബാധകമാണ്. വിശ്വാസം അറ്റാക്ക് ചെയ്യരുത്. അതെ, ഈ പറയുന്ന സംഗതി സംഘികൾക്ക് ബാധകമാണോ? അതാണ് എനിക്ക് അറിയേണ്ടത്. ഇനി അപ്പൊ നിങ്ങൾ ചെയ്ത് വിമർശിക്കാൻ പാടില്ല, ഇത് സംഘികൾ ചെയ്ത് വിമർശിക്കാൻ പാടുണ്ടോ? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. രാവേശ്വരം കേൾക്കണം. എങ്ങനെയാണ് ഫണ്ടമെന്റലിസം നമ്മൾ ഡിഫൈൻ ചെയ്യാൻ? റിലീജിയസ് ഫണ്ടമെന്റലിസം. ഒരാൾ സ്വന്തം മതവിശ്വാസം ആചരിച്ചുകൊണ്ട് അയാൾ ഫണ്ടമെന്റലിസ്റ്റ് ആവൂല. അയാൾ മറ്റൊരാളുടെ മേലെ എന്തെങ്കിലും കമ്പൾഷൻ ചെലുത്തിയാൽ അത് ഫണ്ടമെന്റലിസം ആവും. നിങ്ങളല്ലേ തഹ്ലിയയോട് വിളക്ക് കത്തിക്കരുതെന്ന് പറയുന്നത്? ഇതൊരു ഭീഷണിപ്പെടുത്തലല്ലേ ശ്രീ അമീർ? അല്ല, ഹമീദ് ആയിരിക്കും അതിനെ കുറിച്ചുകൂടി. ഹമീദ്, ഇതൊരു ഭീഷണിപ്പെടുത്തലിന്റെ രൂപത്തിലല്ലേ? ഇനി ആരെങ്കിലും ചെയ്താൽ ആ ഭീഷണിയുടെ അളവ് കൂടും, അതുകൊണ്ട് അവർ സമ്മർദ്ദത്തിലാവും. അതല്ലേ ശരിക്കും ശ്രീ അബ്ദുൽ ഹബീബ് സംഭവിക്കുന്നത്? നിങ്ങളല്ലേ തഹ്ലിയെ ഭീഷണിപ്പെടുത്തുന്നത്? മതത്തിന്റെ ഒരു നിലപാടാണ് ഈ പറഞ്ഞത്. അത് ഭീഷണിയാണ്. ഒരാൾ മനസ്സിലാക്കാൻ എല്ലാ മുസ്ലിംകൾക്കും വേണ്ടി പറയുന്നു. ഇതെന്തായി കാണുന്നത്? ഇത് സമസ്ത പറഞ്ഞ സാധനല്ലേ? എന്തായി കാണുന്നത്? അനിസ്ലാമിക ആചാരങ്ങൾ വർജിക്കണം എന്ന് പറയുമ്പോ ഇതൊരു ഭീഷണി തന്നെയല്ലേ? കള്ളപ്പന്നി. ഇത് അനിസ്ലാമികമാണ് നിങ്ങൾ അവിടെ പ്രഖ്യാപിക്കല്ലേ ചെയ്യുന്നത്? അല്ലേ? അല്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യം പോലും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യം പോലും വരുമെന്ന് പറയുന്നു. വിശ്വാസ സ്വാതന്ത്ര്യ തഹ്ലീക്കില്ലേ? ഇസ്ലാമിക കാര്യങ്ങൾ വർജിക്കണം എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? ഇത് തഹ്ലിയോട് വർജിക്കണം എന്നാ പറയുന്നത്. ചെയ്തത് ശരിയായില്ല എന്നാ പറയുന്നത്. ഈ തഹ്ലിയോട് തന്നെയല്ലേ പറഞ്ഞത്? ആ സംഗതിയെ തിരുത്തിക്കൊണ്ടാണ് സമസ്ത ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സമസ്ത പറഞ്ഞിരിക്കുന്നു, ഹുസൈൻ സലഫി പറഞ്ഞിരിക്കുന്നു. പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു കാര്യം മഞ്ജുഷ്, ഒറ്റ കാര്യം. അതായത് ഇവിടെ പറയുന്നത് കേട്ടു, പൊതുവേടങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്നതിൽ മുസ്ലിമിന് വിട്ട്. പൊതുവേടം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ അത് ഡിഫൈൻ ചെയ്യണം. പൊതുവേടം എന്ന് പറഞ്ഞാൽ അത് മതേതര ഇടമാണ്. അവിടെ ഒരു മതത്തിനും പ്രാതിനിധ്യം പാടില്ല. അവിടെ റിബൺ കട്ട് ചെയ്യുന്ന സ്ഥലം, അത് വിളക്ക് കത്തിക്കുന്നതായാലും ശരി, അത് മതേതരമായ ഒരു സംഗതി. സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇടപെടുകയാണ്. ആരിഫ് ഹുസൈൻ, സന്തോഷായി, നല്ല സന്തോഷായി. നീ വാ.